ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും 24 PSCയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനി വരുന്ന പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട 60 കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം നോക്കാം. സംസ്ഥാനത്തെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമാണ് തളിപ്പറമ്പ്. സംസ്ഥാനത്തെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമാണ് തളിപ്പറമ്പ്. പ്രഖ്യാപിച്ചതെന്നാണ്? 2024 ഫെബ്രുവരി 24 പ്രഖ്യാപിച്ചത്. 2024 ഫെബ്രുവരി മാസം 24 അപ്പോൾ സംസ്ഥാനത്തെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമാണ് തളിപ്പറമ്പ്. പ്രഖ്യാപിച്ച ഡേറ്റ് എന്നാണ്? 2024 ഫെബ്രുവരി മാസം 24 ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോയാണ് കൊച്ചി മെട്രോ. ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോയാണ് ഏത്? കൊച്ചി മെട്രോ. 2024 മാർച്ചിൽ വിജയകരമായി പരീക്ഷണ പറക്കൽ നടത്തിയ ഇന്ത്യയുടെ ലഘു യുദ്ധവിമാനമാണ് തേജസ് മാർക്ക് 1. 2024 മാർച്ചിൽ വിജയകരമായി പരീക്ഷണ പറക്കൽ നടത്തിയ ഇന്ത്യയുടെ ലഘു യുദ്ധവിമാനമാണ് ഏത്? തേജസ് മാർക്ക് 1. ഇന്ത്യയിലെ ആദ്യ ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ പാർക്ക് ടൈഗർ റിസർവാണ് പെഞ്ച് ടൈഗർ റിസർവ്. ഇന്ത്യയിലെ ആദ്യ ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ പാർക്ക് ടൈഗർ റിസർവാണ് പെഞ്ച് ടൈഗർ റിസർവ്. അതുപോലെ തന്നെ ഈ പെഞ്ച് ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശിലാണ്. അപ്പോൾ പെഞ്ച് ടൈഗർ റിസർവ് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതികൾ സന്ദർശിക്കാനും കോടതി നടപടികൾ നേരിട്ട് മനസ്സിലാക്കാനും ന്യായാധിപരോട് നേരിട്ട് സംവദിക്കാനും അവസരമൊരുക്കുന്ന പദ്ധതിയാണ് സംവാദ പദ്ധതി. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതികൾ സന്ദർശിക്കാനും കോടതി നടപടികൾ നേരിട്ട് മനസ്സിലാക്കാനും ന്യായാധിപരോട് നേരിട്ട് സംവദിക്കാനും അവസരമൊരുക്കുന്ന പദ്ധതിയാണ് ഏത്? സംവാദ പദ്ധതി. കുട്ടികൾക്കിടയിലെ ആത്മഹത്യ കുറയ്ക്കാൻ സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നിനവ്. അപ്പോൾ എന്താണ് നിനവ്? കുട്ടികൾക്കിടയിലെ ആത്മഹത്യ കുറയ്ക്കാൻ സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നിനവ്. കുട്ടികൾക്കിടയിലെ ആത്മഹത്യ കുറയ്ക്കാൻ സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നിനവ്. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള പിന്നാക്ക വിഭാഗ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് കെടാവിളക്ക്. അപ്പോൾ എന്താണ് കെടാവിളക്ക്? സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള പിന്നാക്ക വിഭാഗ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് കെടാവിളക്ക്. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള പിന്നാക്ക വിഭാഗ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് ഏത്? കെടാവിളക്ക്. ലോക വ്യാപാര സംഘടനയുടെ 13ാമത് മിനിസ്റ്റീരിയൽ കോൺഫറൻസിൻ്റെ വേദിയാണ് അബുദാബി. ലോക വ്യാപാര സംഘടനയുടെ 13ാമത് മിനിസ്റ്റീരിയൽ കോൺഫറൻസിൻ്റെ വേദിയാണ് എവിടെ? അബുദാബി. കേരളത്തിലെ പുതിയ സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? ചെങ്ങമനാടാണ് കേട്ടോ. കേരളത്തിലെ പുതിയ സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? ചെങ്ങമനാടാണ്. അതുപോലെ തന്നെ ചെങ്ങമനാട് ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ കേരളത്തിലെ പുതിയ സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? ചെങ്ങമനാടാണ്. അതുപോലെ തന്നെ നമ്മുടെ നിലവിലെ കേരള കായിക വകുപ്പ് മന്ത്രിയാണ് ആര്? അബ്ദുറഹ്മാൻ. നിലവിലെ കേരള കായിക വകുപ്പ് മന്ത്രിയാണ് ആര്? അബ്ദുറഹ്മാൻ. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങിപ്പോയ ടൈറ്റാനിക് കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ പുറപ്പെട്ട് സമുദ്രത്തിൽ വെച്ച് തകർന്ന പേടകമാണ് ടൈറ്റൻ. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങിപ്പോയ ടൈറ്റാനിക് കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ പുറപ്പെട്ട് സമുദ്രത്തിൽ വെച്ച് തകർന്ന പേടകം ഏതാണ്? ടൈറ്റൻ. ആരോഗ്യമേഖലയിലെ നൂതന സങ്കേതങ്ങൾക്കുള്ള 2023 ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ച സംസ്ഥാനമാണ് കേരളം. ആരോഗ്യമേഖലയിലെ നൂതന സങ്കേതങ്ങൾക്കുള്ള 2023 ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ച സംസ്ഥാനമാണ് ഏത്? കേരളം. ടെന്നീസ് ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയ ഏറ്റവും പ്രായം കൂടിയ താരമാണ് രോഹൻ ബൊപ്പണ്ണ. അപ്പോൾ ടെന്നീസ് ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയ ഏറ്റവും പ്രായം കൂടിയ താരമാരാണ്? രോഹൻ ബൊപ്പണ്ണ. ബോസ്റ്റൺ ടീ പാർട്ടിയുടെ എത്രാമത് വാർഷികമാണ് 2023 ഡിസംബർ 16 ആചരിച്ചത്? എത്രയാണ്? 250. ബോസ്റ്റൺ ടീ പാർട്ടിയുടെ എത്രാമത് വാർഷികമാണ് 2023 ഡിസംബർ 16 ആചരിച്ചത്? എത്രാമതാണ്? 250. അങ്ങനെ എന്നാണ് ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്? 1773 ഡിസംബർ മാസം 16 ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത്. ഡേറ്റ് എന്നാണ്? 1773 ഡിസംബർ മാസം 16 അവിടെ തന്നെ നമ്മുടെ ഈ ബോസ്റ്റൺ ടീ പാർട്ടി ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ് എന്ത് നടക്കുന്നത്? ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത്. നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ 126ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി ആൻഡമാൻ നിക്കോബാറിലെ എത്ര ദ്വീപുകൾക്കാണ് പരംവീർ ചക്ര പുരസ്കാര ജേതാക്കളുടെ പേര് നൽകിയത്? അപ്പം നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ 126ാം ജന്മവാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി ആൻഡമാൻ നിക്കോബാറിലെ എത്ര ദ്വീപുകൾക്കാണ് പരംവീർ ചക്ര പുരസ്കാര ജേതാക്കളുടെ പേരുകൾ നൽകിയത്? എത്രയാണ്?
21 കെ ഫോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്ത തീയതി എന്നാണ്? 2023 ജൂൺ മാസം 5-ാം തീയതി. കെ ഫോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 2023 ജൂൺ 5-നാണ് കെ ഫോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തുടങ്ങിയ ഓൺലൈൻ റേഡിയോയാണ് റേഡിയോശ്രീ. എന്താണ് റേഡിയോശ്രീ? കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തുടങ്ങിയ ഓൺലൈൻ റേഡിയോയാണ് റേഡിയോശ്രീ. 43,000 അടി ഉയരത്തിൽ നിന്നും സ്കൈ ഡൈവിംഗ് നടത്തി ലോക റെക്കോർഡ് നേടിയ മലയാളിയാണ് ജിതിൻ വിജയൻ. 43,000 അടി ഉയരത്തിൽ നിന്നും സ്കൈ ഡൈവിംഗ് നടത്തി ലോക റെക്കോർഡ് നേടിയ മലയാളിയാണ് ആര്? ജിതിൻ വിജയൻ. ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്നത് എവിടെയാണ്? ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്നത് എവിടെയാണ്? കുലശേഖരപട്ടണത്താണ്. അപ്പോൾ നമ്മുടെ ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്നത് എവിടെയാണ്? കുലശേഖരപട്ടണം. ചന്ദ്രോപരിതലത്തിലിറങ്ങിയ സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകം എന്ന ചരിത്ര നേട്ടം കരസ്ഥമാക്കിയത് ഏതാണ്? ഒഡീസിയസ് ആണ്. ചന്ദ്രോപരിതലത്തിലിറങ്ങിയ സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകം എന്ന ചരിത്ര നേട്ടം കരസ്ഥമാക്കിയത് ഒഡീസിയസ്. 2023 ബുക്കർ പ്രൈസിനുള്ള ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ വെസ്റ്റേൺ ലൈൻ എന്ന പുസ്തകം രചിച്ച ഇന്ത്യൻ വംശജയാണ് ചേതന മാരു. 2023 ബുക്കർ പ്രൈസിനുള്ള ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ വെസ്റ്റേൺ ലൈൻ എന്ന പുസ്തകം രചിച്ച ഇന്ത്യൻ വംശജയാണ് ആര്? ചേതന മാരു. 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിലെ പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരം നേടിയത് ആരാണ്? സന്തോഷ് ശിവൻ. 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിലെ പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരം നേടിയതാണ് സന്തോഷ് ശിവൻ. 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിലെ പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരം നേടിയത് സന്തോഷ് ശിവനാണ്. 2024 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്ത സ്ട്രാസ്ബർഗ് നഗരം ഏത് രാജ്യത്താണ്? എവിടെയാണ്? ഫ്രാൻസിലാണ്. അപ്പോൾ നമ്മുടെ 2024 ലോക പുസ്തക തലസ്ഥാനമാണ് സ്ട്രാസ്ബർഗ്. ഈ നഗരം ഏത് രാജ്യത്താണ്? ഫ്രാൻസിലാണ് കേട്ടോ. അപ്പോൾ 2024 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്ത സ്ട്രാസ്ബർഗ് നഗരം ഏത് രാജ്യത്താണ്? ഫ്രാൻസിലാണ്. 2023-24 ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ്? മുംബൈ സിറ്റി. അപ്പോൾ നമ്മുടെ 2023-24 ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ്? മുംബൈ സിറ്റിയാണ് 2023 ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത്. അവിടെ തന്നെ മികച്ച സിനിമയ്ക്കുള്ള 2023 കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ലഭിച്ച സിനിമയാണ് ആട്ടം. മികച്ച സിനിമയ്ക്കുള്ള 2023 കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ലഭിച്ച സിനിമയാണ് ഏത്? ആട്ടം. 2023 ദേശീയ പഞ്ചായത്ത് അവാർഡിൽ മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തായത് ഏതാണ്? ചെറുതന. നമ്മൾ ഈ ചെറിയ പിള്ളേരെ നമ്മൾ ശിശുക്കളെന്ന് വിളിക്കുന്നത്. അപ്പോൾ ചെറുതന ശിശു സൗഹൃദ പഞ്ചായത്ത്. 2023 ദേശീയ പഞ്ചായത്ത് അവാർഡിൽ മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തായത് ഏതാണ്? ചെറുതന. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരമാണ് കൊച്ചി. ലോകാരോഗ്യ സംഘടന എന്താണ്? വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരമാണ് ഏത്? കൊച്ചി. സംസ്ഥാനത്തെ ആദ്യത്തെ നൈലോൺ നൂൽ ഫാക്ടറി നിലവിൽ വന്നത് എവിടെയാണ്? പുന്നപ്രയിലാണ്. സംസ്ഥാനത്തെ ആദ്യ നൈലോൺ നൂൽ ഫാക്ടറി നിലവിൽ വന്നത് എവിടെയാണ്? പുന്നപ്ര. 2024 ഫെബ്രുവരിയിൽ റഷ്യ വിക്ഷേപിച്ച ഇമേജിംഗ് ഉപഗ്രഹം പാർസ് 1 ഏത് രാജ്യത്തിൻ്റേതാണ്? ഇറാൻ്റെയാണ്. 2024 ഫെബ്രുവരിയിൽ റഷ്യ വിക്ഷേപിച്ച ഇമേജിംഗ് ഉപഗ്രഹമാണ് പാർസ് 1. അത് ഏത് രാജ്യത്തിൻ്റേതാണ്? ഇറാൻ്റെതാണ് കേട്ടോ. ഇറാൻ. 2024 ഫെബ്രുവരിയിൽ റഷ്യ വിക്ഷേപിച്ച ഇമേജിംഗ് ഉപഗ്രഹമാണ് ഏത്? പാർസ് 1. അത് ഏത് രാജ്യത്തിൻ്റേതാണ്? ഇറാൻ്റെതാണ്. 2023 പത്മവിഭൂഷൺ ലഭിച്ച സാക്കിർ ഹുസൈൻ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പം നമ്മുടെ 2023 പത്മവിഭൂഷൺ ജേതാവാണ് ആര്? സാക്കിർ ഹുസൈൻ. അതുപോലെ തന്നെ സാക്കിർ ഹുസൈൻ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തബല. അപ്പം സാക്കിർ ഹുസൈൻ തബല. എത്രയേ ഉള്ളൂ. സാക്കിർ ഹുസൈൻ ഏത് വാദ്യോപകരണമാണ്? തബല. സാക്കിർ ഹുസൈൻ തബല. 2023 പത്മവിഭൂഷൺ ലഭിച്ച സാക്കിർ ഹുസൈൻ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തബലയാണ്. 2023 തകഴി പുരസ്കാര ജേതാവാണ് MK സാനു. 2023 തകഴി പുരസ്കാര ജേതാവാണ് ആര്? MK സാനു. 2023 തകഴി പുരസ്കാര ജേതാവാണ് MK സാനു. നിലവിലെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ആര്? ധർമ്മേന്ദ്ര പ്രധാൻ. നിലവിലെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ആര്?
ധർമ്മേന്ദ്ര പ്രധാൻ. അപ്പം നമുക്ക് ഈ വിദ്യാഭ്യാസമൊക്കെ എന്ന് പറയുന്നത് നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ. ആദിത്യ L1ൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറാണ് നിഗാർ ഷാജി. ആദിത്യ L1ൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറാണ് ആര്? നിഗാർ ഷാജി. 2023 ജനുവരിയിൽ വിദ്യാർത്ഥികൾക്കായി സ്കൂൾ ഓഫ് എമിനൻസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് പഞ്ചാബ്. അപ്പോൾ 2023 ജനുവരിയിൽ വിദ്യാർത്ഥികൾക്കായി സ്കൂൾ ഓഫ് എമിനൻസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ്. പഞ്ചാബ് 2023 ജനുവരിയിൽ വിദ്യാർത്ഥികൾക്കായി സ്കൂൾ ഓഫ് എമിനൻസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് പഞ്ചാബ്. 2024 മാർച്ച് അടിസ്ഥാനമാക്കി ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 82. 2024 മാർച്ച് അടിസ്ഥാനമാക്കി ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 82. അപ്പോൾ നമ്മുടെ ഹെൻലി പാസ്പോർട്ട് സൂചിക 2024 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 82ാം സ്ഥാനത്താണ്. നിലവിലെ രാജസ്ഥാൻ മുഖ്യമന്ത്രിയാണ് ഭജൻലാൽ ശർമ്മ. നിലവിലെ രാജസ്ഥാൻ മുഖ്യമന്ത്രിയാണ് ആര്? ഭജൻലാൽ ശർമ്മ. നിലവിലെ രാജസ്ഥാൻ മുഖ്യമന്ത്രിയാണ് ഭജൻലാൽ ശർമ്മ. 2024 മാർച്ചിൽ നടന്ന പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ടൊവിനോ തോമസ്. 2024 മാർച്ചിൽ നടന്ന പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ടൊവിനോ തോമസ്. കേരളത്തിലെ തുറമുഖ വകുപ്പ് മന്ത്രിയാണ് VN വാസവൻ. കേരളത്തിലെ തുറമുഖ വകുപ്പ് മന്ത്രിയാണ് ആര്? VN വാസവൻ. നമ്മൾ നേരത്തെ കായിക വകുപ്പ് മന്ത്രി പഠിച്ചായിരുന്നു, ആരാണ്? അബ്ദുറഹ്മാൻ. ഇതെന്താണ്? കേരളത്തിലെ തുറമുഖ വകുപ്പ് മന്ത്രിയാണ് VN വാസവൻ. 2024 അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി എവിടെയാണ്? ദക്ഷിണാഫ്രിക്ക. 2024 അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദിയാണ് ദക്ഷിണാഫ്രിക്ക. അതുപോലെ തന്നെ എൻ്റെ വിന്നറൂടെ പഠിച്ചു വെച്ചിരിക്കുക. വിന്നർ ആരാണ്? ഓസ്ട്രേലിയയും. അതുപോലെ തന്നെ റണ്ണറപ്പ് ആരാണ്? റണ്ണറപ്പ് ഇന്ത്യയാണ് കേട്ടോ. 2024 അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി ദക്ഷിണാഫ്രിക്ക. ജേതാക്കൾ ആരാണ്? ഓസ്ട്രേലിയ. അതുപോലെ തന്നെ റണ്ണറപ്പ് ആരാണ്? റണ്ണറപ്പ് ഇന്ത്യ. 2023 ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 161. 2023 ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 161. നിലവിലെ ദേശീയ പിന്നാക്ക കമ്മീഷൻ ചെയർമാനാണ് ഹൻസ്രാജ് ഗംഗാറാം അഹിർ. നിലവിലെ ദേശീയ പിന്നാക്ക കമ്മീഷൻ ചെയർമാനാണ് ഹൻസ്രാജ് ഗംഗാറാം അഹിർ. നിലവിലെ ദേശീയ പിന്നാക്ക കമ്മീഷൻ ചെയർമാനാണ് ഹൻസ്രാജ് ഗംഗാറാം അഹിർ. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ വേതനം എത്രയാണ്? 346 രൂപ. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ വേതനം എത്രയാണ്? 346 രൂപ. 346 346 രൂപയാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ വേതനം. 64ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചാമ്പ്യന്മാരായ ജില്ലയാണ് പാലക്കാട്. 64ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചാമ്പ്യന്മാരായ ജില്ല ഏതാണ്? പാലക്കാട്. 64ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചാമ്പ്യന്മാരായ ജില്ലയാണ് പാലക്കാട്. കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എന്ന പുസ്തകം രചിച്ചത് ആര്? കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ശ്രീകുമാരൻ തമ്പി. അപ്പോൾ നമ്മുടെ ശ്രീകുമാരൻ തമ്പിയുടെ പുസ്തകമാണ് ഏത്? കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും. അപ്പോൾ ശ്രീകുമാരൻ തമ്പിയുടെ പുസ്തകമാണ് കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും. 2023 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മിഥിലി. 2023 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ഏത്? മിഥിലി. അപ്പം മിഥിലി ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലാണ്. 2023 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മിഥിലി. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പലാണ് ഷെൻഹുവ 15. ഷെൻഹുവ 15. അല്ലെങ്കിൽ നമ്മൾ ഈ 15 പഠിച്ചു വെച്ചിരിക്കും കേട്ടോ. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ഏതാണ്? ഷെൻഹുവ 15. ഷെൻഹുവ 15. 2023 ഡിസംബറിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത കോവിഡ് വകഭേദമാണ് JL1. JL1 ആണ് 2023 ഡിസംബറിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത കോവിഡ് വകഭേദം. അപ്പോൾ 2023 ഡിസംബറിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത കോവിഡ് വകഭേദമാണ് ഏത്? JL1. ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യാൻ അനുമതി ലഭിച്ച ഒരേ ഒരു ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യാൻ അനുമതി ലഭിച്ച ഒരേ ഒരു ബാങ്കാണ് ഏത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യാൻ അനുമതി ലഭിച്ച ഒരേ ഒരു ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെൻറ്റ് പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് വയനാട്. അപ്പോൾ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെൻറ്റ് പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ്? വയനാടാണ്. വയനാട്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെൻറ്റ് പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് വയനാട്.
ആദിവാസികൾ മാത്രം അഭിനയിച്ച ലോകത്തെ ആദ്യ സിനിമയാണ് ദബാരി കുരുവി. അപ്പോൾ നമ്മുടെ ദബാരി കുരുവി സിനിമയുടെ പ്രത്യേകത എന്താണ്? ആദിവാസികൾ മാത്രം അഭിനയിച്ച ലോകത്തെ ആദ്യ സിനിമയാണ് ദബാരി കുരുവി. അതുപോലെ തന്നെ അതിൻ്റെ സംവിധാനം ആരാണ്? പ്രിയനന്ദനാണ് സിനിമ സംവിധാനം ചെയ്തത് കേട്ടോ. സംവിധായകൻ ആരാണ്? പ്രിയനന്ദനാണ് സംവിധാനം. അപ്പോൾ എന്താണ് പ്രത്യേകത? ആദിവാസികൾ മാത്രം അഭിനയിച്ച ലോകത്തെ ആദ്യ സിനിമയാണ് ദബാരി കുരുവി. അതിൻ്റെ സംവിധാനം ആരാണ്? പ്രിയനന്ദനാണ്. ചൊവ്വയിൽ ജലത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയ നാസയുടെ റോവറാണ് ക്യൂരിയോസിറ്റി. ചൊവ്വയിൽ ജലത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയ നാസയുടെ റോവറാണ് ഏത്? ക്യൂരിയോസിറ്റി. ചൊവ്വയിൽ ജലത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയ നാസയുടെ റോവറാണ് ക്യൂരിയോസിറ്റി. ഇന്ത്യയുടെയും ഫ്രാൻസിൻ്റെയും സംയുക്ത സൈനിക അഭ്യാസമായ ഫ്രിഞ്ചെക്സ് 23 വേദിയായത് എവിടെയാണ്? പാങ്ങോടാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെയും ഫ്രാൻസിൻ്റെയും സംയുക്ത സൈനിക അഭ്യാസമാണ് ഏത്? ഫ്രിഞ്ചെക്സ് 23. ഇന്ത്യയുടെയും ഫ്രാൻസിൻ്റെയും സംയുക്ത സൈനിക അഭ്യാസമാണ് ഫ്രിഞ്ചെക്സ് 23. ഇതിന് വേദിയായത് എവിടെയാണ്? പാങ്ങോട്. 18ാമത് ലോകസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നോട്ട് രേഖപ്പെടുത്തിയത് ഏത് മണ്ഡലത്തിലാണ്? ഇൻഡോറിലാണ്. ഇൻഡോർ. 18ാമത് ലോകസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നോട്ട് രേഖപ്പെടുത്തിയത് ഏത് മണ്ഡലത്തിലാണ്? ഇൻഡോറിലാണ്. 2023 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമയാണ് സൗദി വെള്ളയ്ക്ക. 2023 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമയാണ് ഏത്? സൗദി വെള്ളയ്ക്ക. 2023 ചെസ് ലോകകപ്പിന് വേദിയായ ബാക്കു ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്? ഏതാണ്? ആസർബൈജാനാണ്. അപ്പോൾ നമ്മുടെ 2024 ലോക ചെസ് ലോകകപ്പിൻ്റെ വേദി എവിടെയായിരുന്നു? ബാക്കു ആണ്. അത് ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്? ആസർബൈജാൻ. അപ്പോൾ 2023 ലോക ചെസ് ലോകകപ്പിന് വേദിയായ ബാക്കു ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്? ആസർബൈജാനാണ്. നിലവിലെ ലോക്പാലാണ് AM കാൻവിൽക്കർ. അപ്പോൾ നിലവിലെ ലോക്പാലാണ് ആര്? AM കാൻവിൽക്കർ. അപ്പോൾ ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഈ പാലൊക്കെ നമ്മൾ കൊണ്ട് വിൽക്കുകയല്ലേ ചെയ്യുന്നത്? പാല് വിൽക്കൽ. അപ്പം നിലവിലെ ലോക്പാലാണ് AM കാൻവിൽക്കർ. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് ഏത്? കേരളം. അതുപോലെ തന്നെ ഇന്ത്യൻ നാവികസേനയുടെ ഇപ്പോഴത്തെ മേധാവി ആരാണ്? ദിനേശ് കെ ത്രിപാഠി. ദിനേശ് കെ ത്രിപാഠി. ഇന്ത്യൻ നാവികസേനയുടെ ഇപ്പോഴത്തെ മേധാവിയാണ് ദിനേശ് കെ ത്രിപാഠി. 54ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യക്ക് വേദിയായത് ഏത് സംസ്ഥാനമാണ്? ഏതാണ്? ഗോവയാണ്. 54ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യക്ക് വേദിയായ സംസ്ഥാനം ഏതാണ്? ഗോവ. 2028 ഒളിമ്പിക്സിന് വേദിയായ നഗരമാണ് ലോസ് ഏഞ്ചൽസ്. 2028 ഒളിമ്പിക്സിന് വേദിയായ നഗരം ഏതാണ്? ലോസ് ഏഞ്ചൽസ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത്. ക്ലാസ് ഇഷ്ടമായോ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള കൂടുതൽ ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.